ലോകത്തിലെ 7 അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ എല്ലാ യോഗ്യതയുമുള്ള മറ്റൊരു വിസ്മയമാണ് എത്യോപ്യയിലെ ലാലിബല. കല്ലുകൾ കൊണ്ട് പണിതുയർത്തിയ കെട്ടിടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഭീമാകാരമായ ഒറ്റപ്പാറകളെ മുകളിൽ നിന്ന് താഴേക്ക് കൊത്തി തുറന്നുണ്ടാക്കിയ പള്ളികളെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ കൗതുകകരമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഹൃദയഭാഗത്ത് മറഞ്ഞിരിക്കുന്ന ഈ രണ്ടാം ജെറുസലേമിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 12-ാം നൂറ്റാണ്ടിലാണ് ലാലിബല രാജാവ് ഈ അവിശ്വസനീയമായ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത്. മുസ്ലിം ഭരണാധികാരികൾ ജെറുസലേം പിടിച്ചടക്കിയതോടെ ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് അങ്ങോട്ടുള്ള യാത്ര ദുഷ്കരമായി. ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ സ്വന്തം നാട്ടിൽ ഒരു വിശുദ്ധ നഗരം നിർമ്മിക്കാൻ രാജാവ് തീരുമാനിച്ചു. വെറുമൊരു നിർമ്മാണമല്ല, മറിച്ച് ശില്പകലയുടെയും എഞ്ചിനീയറിംഗിന്റെയും എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ഒന്നായിരുന്നു അത്. ഈ നഗരത്തിലൂടെ ഒഴുകുന്ന നദിക്ക് പോലും ജോർദാൻ എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. ഇവിടെ പള്ളികൾ നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിക്ക് മുകളിലല്ല, മറിച്ച് ഭൂമിക്കടിയിലേക്കാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലം രൂപപ്പെട്ട ചുവന്ന പാറകളെ മുകളിൽ നിന്ന് താഴേക്ക് കുത്തിയിറക്കിയാണ് ഈ പള്ളികൾ രൂപപ്പെടുത്തിയത്. സിമന്റോ മണ്ണോ മരമോ ഒന്നും ഉപയോഗിക്കാതെ ഉളിയും ചുറ്റികയും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ 11 പള്ളികളും ഇന്നും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു എന്നത് ആധുനിക എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. മഴവെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ പാറയ്ക്കുള്ളിൽ അവർ തീർത്ത ഡ്രെയിനേജ് സംവിധാനങ്ങൾ 8 നൂറ്റാണ്ടുകൾക്ക് ശേഷവും കൃത്യമായി പ്രവർത്തിക്കുന്നു. ഓരോ പള്ളിയും ഓരോ പ്രത്യേക ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലത് ഗ്രീക്ക് അക്ഷരമായ ക്രൂസ് ആകൃതിയിലാണെങ്കിൽ ചിലത് പുരാതന അക്സുമൈറ്റ് വാസ്തുവിദ്യയെ ഓർമ്മിപ്പിക്കുന്നു. ലാലിബലയിലെ ഏറ്റവും ആകർഷകമായ കാഴ്ച ബിറ്റെ ഗിയോർഗിസ് അഥവാ സെന്റ് ജോർജ് പള്ളിയാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ ഒരു കുരിശിന്റെ ആകൃതിയിൽ കൊത്തിവെച്ചതുപോലെ ഇത് തോന്നും. ഏകദേശം 12 മീറ്റർ ആഴത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചുവരുകളിലെ കൊത്തുപണികളും ജനാലകളുടെ ആകൃതിയും ലളിതമെങ്കിലും അതീവ മനോഹരമാണ്. ഈ പള്ളികൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഭൂഗർഭ തുരങ്കങ്ങളും കിടങ്ങുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇരുട്ട് നിറഞ്ഞ ഈ തുരങ്കങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഒരു പുരാതന കാലഘട്ടത്തിലേക്ക് ചെന്നെത്തുന്നത് പോലെ തോന്നും. ഇതിൽ നരകം എന്ന് വിളിക്കപ്പെടുന്ന 50 മീറ്റർ നീളമുള്ള ഒരു ഇരുണ്ട തുരങ്കം തീർത്ഥാടകർക്ക് വിശ്വാസത്തിന്റെ പരീക്ഷണശാല കൂടിയാണ്. കേവലം 24 വർഷം കൊണ്ടാണ് ഈ പള്ളികൾ പണിതീർത്തതെന്നാണ് പറയപ്പെടുന്നത്. പകൽ സമയത്ത് ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുമ്പോൾ രാത്രിയിൽ മാലാഖമാർ ഇറങ്ങിവന്ന് പണി പൂർത്തിയാക്കുമായിരുന്നു എന്നൊരു ഐതിഹ്യം ഇന്നും പ്രദേശവാസികൾക്കിടയിലുണ്ട്. നിർമ്മാണ വേളയിലുണ്ടായ ഓരോ പിഴവും മാലാഖമാർ തിരുത്തി നൽകിയിരുന്നുവെന്നും ഇവർ വിശ്വസിക്കുന്നു. വിശ്വാസമായാലും ചരിത്രമായാലും ലാലിബലയിലെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട്. വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല ലാലിബല. ഇന്നും നൂറുകണക്കിന് വിശ്വാസികൾ വെള്ള വസ്ത്രങ്ങളണിഞ്ഞ് ഈ പള്ളികളിൽ പ്രാർത്ഥനയ്ക്കായി എത്താറുണ്ട്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ പ്രദേശം ഇന്നും എത്യോപ്യൻ ഓർത്തഡോക്സ് വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. പള്ളിക്കുള്ളിലെ ഭിത്തികളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മ്യൂറൽ പെയിന്റിങ്ങുകളും ബൈബിൾ കഥകൾ പറയുന്ന ചിത്രങ്ങളും നമുക്ക് കാണാം. പ്രകൃതിയും മനുഷ്യനും വിശ്വാസവും കൈകോർത്തപ്പോൾ ഉണ്ടായ ഈ അത്ഭുതം ഒരിക്കലെങ്കിലും നേരിട്ട് കാണേണ്ട ഒന്നാണ്. ഓരോ യാത്രികന്റെയും ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായും ഇടം പിടിക്കേണ്ട ഒരിടം കൂടിയാണ്.